Carry on, carry on. It's all getting messed up, Anil. മാഡം, കഴിഞ്ഞ ദിവസം രാത്രി അൻവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. കില്ലറിനെ ഉടനെ പിടിച്ചില്ലെങ്കിൽ ഇനിയും കൊല നടക്കുമെന്നും പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻറ്റേർണലായിട്ട് നമ്മളൊരു റെഡ് അലേർട്ട് ഡിക്ലെയർ ചെയ്യണമെന്നും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനന്നത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല മാഡം. ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലാത്ത ഈ സ്ഥലത്തൊക്കെ ആര് വരാനാ? വെറുതെ മനുഷ്യന്റെ ഉറക്കം കെടുത്താനായിട്ട് DCPയുടെ ഓരോരോ ഏട്ടപ്പാട്. അല്ല സാറേ, ഇനിയിപ്പോൾ അവന്മാർ അങ്ങനെ ഓർത്ത് ഈ വഴിക്ക് വന്നാലോ? ഒരു വണ്ടി വരുന്നുണ്ടല്ലോ സാറേ. അവന്മാരവിടെ നിർത്തിയല്ലോ. നോക്കാം. കൺട്രോൾ പീറ്റൻ, മൊബൈൽ ആൻസറിങ്. മഹാത്മാ റോഡിൽ ഒരു വണ്ടി നമ്മളെ കണ്ട് നിർത്തിയിട്ടുണ്ട്. Come on, send them back up, quick. Alpha 3 answering. CRV3 ഉടൻ അരൂർ മഹാത്മാ റോഡിലേക്ക് പോവുക. അവിടെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന വാഹനം ഉടൻ പരിശോധിക്കുക. അവന്മാർ പുറകോട്ട് പോവാണല്ലോ. ചേട്ടാ, ഇതെല്ലാം പാക്കറ്റാണല്ലോ. അത് പാൻ മസാല കച്ചവടക്കാരായിരുന്നു. വൈപ്പിൻ വഴി കടത്താനുള്ള പ്ലാനായിരുന്നു തോന്നുന്നു. സർ, ചായ. എനിക്ക് വേണ്ടു, മാഡത്തിന് കൊടുത്തേ. ഓക്കെ സർ. മാം, ചായ. All set, control. Tiger answering. Good job, guys. കൊലയാളികൾ ആരായിരുന്നാലും അവർക്ക് ഇതുവരെ മുമ്പത്തെ പോലെ ബോഡി ഡംപ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനി അങ്ങനെ അറ്റംപ്റ്റ് ചെയ്താൽ നമ്മൾ അറിഞ്ഞിരിക്കും. അതുവരേക്കും എല്ലാവരുടെയും ഡ്യൂട്ടി ടൈം 24 hours ആയിരിക്കും. നെക്സ്റ്റ് അപ്ഡേറ്റ് ഇൻ 2 hours. സാർ, ഈ ക്രിയേറ്റിവിറ്റിയും സൈക്കോളജിക്കൽ അബ്നോർമാലിറ്റിയും തമ്മിൽ എന്തെങ്കിലും ഡയറക്റ്റ് ബന്ധമുണ്ടോ? വില്യം ഷേക്സ്പിയർ, എബ്രഹാം ലിങ്കൺ, ഈ ജീനിയസുകൾക്കെല്ലാം ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ക്രിയേറ്റീവായിട്ടുള്ള എല്ലാ ആളുകൾക്കും സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ ഡീവിയേഷൻസ് ഉണ്ടെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ശരിയല്ല. ഉദാഹരണം, ഒട്ടും ക്രിയേറ്റീവ് അല്ലാത്ത ഞാൻ, എനിക്ക് ഒടുക്കത്തെ മൂഡ് സ്വിങ്സ് ആണെന്നാണ് നിങ്ങളുടെ അധ്യാപികയും എൻ്റെ പ്രിയ പത്നിയുമായ ശ്രീമതി ഫാത്തിമ ഉന്നയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്രിയേറ്റിവിറ്റിയും അബ്നോർമാലിറ്റിയും തമ്മിൽ ഡയറക്റ്റായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നമുക്ക് പൂർണ്ണമായി ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ഗുഡ് മോർണിംഗ് സാർ. രാവിലെ തന്നെ തുടങ്ങിയ പരാതിയൊക്കെ. ഗുഡ് മോർണിംഗ്. വിഷയത്തിലെ അധിക വായനയ്ക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഫോറിൻ റൈറ്റേഴ്സിൻ്റെ പുസ്തകങ്ങളെക്കാണ്. ഇന്ത്യൻ റൈറ്ററും മലയാളിയുമായ ഡോക്ടർ ബെഞ്ചമിൻ ലൂയിസിൻ്റെ പുസ്തകങ്ങളാണ്. കാരണം ഇദ്ദേഹം ഇതിൽ കൊടുത്തിരിക്കുന്ന കേസ് സ്റ്റഡീസും എക്സാമ്പിൾസും എല്ലാം കുറച്ചുകൂടെ ലോക്കലൈസ്ഡ് ആണ്, നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ റിമെമ്പർ ദ നെയിം ഡോക്ടർ ബെഞ്ചമിൻ ലൂയിസ്. 1 second. ഹലോ.
സോറി ഗസ് ഐ ഹാവ് ടു ഗോ, ഒരു എമർജൻസി ഉണ്ട്. ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് യു ക്യാൻ ഗെറ്റ് ദിസ് ബുക്ക് ഓൺ ഓൺലൈൻ. ഓക്കെ, ഗുഡ് ഡേ ആൻഡ് ടേക്ക് കെയർ. ലാപ്പും ബാഗ് എടുത്തേക്കണം കേട്ടോ. യെസ് സർ. എൻ്റെ ഡ്രൈവർ പോൾസനാണ് ബോഡി കണ്ടത് സർ. ഡോഗ് സ്ക്വാഡിനെ അറിയിച്ചിട്ടില്ല. മുമ്പത്തെ പോലെ ബോഡി മുഴുവൻ സെന്റ് അടിച്ചു. ബോഡി എപ്പോഴാണ് കണ്ടത്? ഇന്ന് രാവിലെയാണ് സാർ. ആരാണ് പറയാം കണ്ടത്? സർ. ഡ്രൈവർ പോൾസൺ ആണ് സർ. സർ ശരി സർ, വിളിക്കാം. അനിൽ. മാം, യെസ്. ഓഫീസിന് മുൻവശത്ത് മാത്രമേ കാവലുണ്ടായിരുന്നു. പിറകുവശത്ത് പിന്നെ CCTV ഉള്ളതുകൊണ്ട് ആരും ബോധറിയാറില്ല. ഞാൻ ഡബിൾ ചെക്ക് ചെയ്താണ് മാം. അരുൺ, മാം. ബോഡി ഉടനെ പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം. യെസ് മാം. നമ്മൾ ഒരാൾ ഇവിടെ നിന്നാൽ മതി. ബാക്കി ടീം ഓഫീസിൽ അസംബിൾ ചെയ്യണം. ഓക്കെ മാം. Get all the CCTV footages. യെസ് മാം. Anwar, I think you were right. We have a serial killer. പോലീസുകാരെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു കില്ലർ. മാഡം, രാവിലെ ക്രൈം സീനിൽ വെച്ച് പറയാതിരുന്നതാ. ഫുട്ടേജ് ചെക്ക് ചെയ്തപ്പോൾ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. What complication? Continue playing.